Hello friends, welcome to channel. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു പുതിയൊരു ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. അതായത് കിവി എന്ന് പറഞ്ഞ ഒരു ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച്. അത് വിർച്വൽ ക്രെഡിറ്റ് കാർഡാണ്. നമ്മുടെ ക്രെഡിറ്റ് UPI ഫീച്ചർ ഉണ്ടല്ലോ, നമ്മുടെ UPI ഓൺ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ സംഭവം, അതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വെയിറ്റിംഗ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി നമ്മുടെ ആക്സിസ് ബാങ്കായിട്ട് ടൈ അപ്പ് ചെയ്തിട്ട് ഒരു ഫിൻടെക് കമ്പനി ഇറക്കുന്നതാണ്. കിവി എന്ന് പറഞ്ഞൊരു ഒരു ഫിൻടെക് കമ്പനിയുടെ പേരാണ് കേട്ടോ. അത് ശരിക്കും ആക്ച്വലി കിവി എന്ന് പറയുന്നൊരു ബാങ്ക് ഉണ്ട്, നമ്മുടെ ന്യൂസിലാൻഡിലൊക്കെ ഒരു ഫേമസ് ബ്രാൻഡ് ഉണ്ട്. ബ്രാൻഡല്ല, ബാങ്ക് ഉണ്ട്. അതല്ല, ഇത് സംഭവം വേറെയാണ്. ഇത് നമ്മുടെ റൂപേ, ആക്സിസ് ബാങ്ക്, അതുപോലെ തന്നെ UPI, ഇതുകൂടി മൂന്നും കൂടിയിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഇറക്കിക്കുന്ന ഒരു സംഭവം ഉണ്ട്. നൗ മേക്ക് UPI പേയ്മെന്റ്സ് വിത്ത് യുവർ ക്രെഡിറ്റ് കാർഡ് ഓൺ കിവി, അതാണ് സംഭവം വരുന്നത്. അപ്പോൾ ഒരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഒരു ബാങ്ക് അന്വേഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് 𝑔okiwi.in എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റൊക്കെ നിങ്ങൾക്ക് കാണാം. നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ ഇത് പോകുന്നതാണ്, ഞാൻ ഇങ്ങനെ പിടിച്ചേക്കുന്നത്. നമ്മുടെ ലൈറ്റ് അടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ ഇത് ചെക്ക് ചെയ്ത് നോക്കാം, ഞാൻ താഴെ ഇടുന്നുണ്ട് കേട്ടോ. ഇത് ലൈഫ് ടൈം ഫ്രീ ആണ് ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് UPI പ്ലസ് ക്രെഡിറ്റ് കാർഡാണ്. ഇത് നമുക്ക് ഫ്രീ ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ്ലി തന്നെ ആക്ച്വലി നമുക്ക് എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നമുക്ക് കിട്ടും. ഓൾമോസ്റ്റ് നമ്മുടെ പേ ലെറ്റർ ഒക്കെ ഇല്ല, അതുപോലത്തെ ഒരു സംഭവമാണ്. പേ ലെറ്റർ അല്ല, പക്ഷേ ക്രെഡിറ്റ് കാർഡ് തന്നെയാണ് കേട്ടോ. ഇത് ക്യാഷ് ഓൺ, നമുക്ക് 1% ക്യാഷാണ്, നമുക്ക് ക്യാഷ് ബാക്ക് നമുക്ക് ഇടുന്നുണ്ട്. അതായത് സ്കാൻ ആൻഡ് പേനും കാര്യങ്ങളൊക്കെ നമുക്ക് 1% ക്യാഷ് ബാക്ക് ഇടുന്നുണ്ട്. ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് ആക്സിസ് ബാങ്കാണ് ആക്ച്വലി ഇവരുടെ കാർഡും കാര്യങ്ങളൊക്കെ ഇറക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് ബാങ്കിൽ തന്നെ ഇറക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പേ ലെറ്റർ പോലെ സംഭവങ്ങളൊന്നുമല്ല. പിന്നെ നമുക്ക് ആക്ച്വലി ഇതിനൊരു പേര് പറയുന്നുണ്ട്, കിവീസ് എന്ന് പറയുന്നത്. കിവീസ് ആണ് നമ്മുടെ ആക്ച്വലി റിവാർഡ് പോയിന്റ്സിനെ പറയുന്നത്. നമുക്ക് ആക്ച്വലി റിവാർഡ് പോയിന്റ്സ് ഡയറക്റ്റ് നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ കാര്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2x റിവാർഡ് പോയിന്റ്സിൻ്റെ ഫീച്ചേഴ്സും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് വിൻ 2 കിവീസ് ഓൺ എവരി 50 rupees ആണ് അവരുടെ ഒരു റിവാർഡ് പോയിന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ക്ലെയിം ക്യാഷ് ബാക്ക് എനി ടൈം ഇറ്റ് ക്യാൻ ബി ഡെപ്പോസിറ്റ് ഇൻ ടു ദ ബാങ്ക്സ് എന്ന് പറയുന്നുണ്ട് ഒരു ഫീച്ചേഴ്സ് ആയിട്ട്. ഇത് ആക്ച്വലി ഇപ്പോൾ അണ്ടർഗോയിങ് ആണ്, വെയിറ്റിംഗ് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് കയറിയിട്ട് നമ്മുടെ ബുക്ക് ചെയ്യാട്ടത്. ആക്ച്വലി അത് കഴിഞ്ഞിട്ട് നമുക്ക് ആക്ച്വലി അവരുടെ ബുക്ക് ചെയ്തവർക്ക് എല്ലാവർക്കും കിട്ടുന്നതല്ല. ആക്ച്വലി അത് കഴിഞ്ഞിട്ട് നമുക്ക് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. ഇത് ലൈഫ് ടൈം ഫ്രീ ആണ്. അവർ ക്രെഡിറ്റ് കാർഡ് ഈസ് ഫ്രീ ആൻഡ് ഓൾവേസ് വിൽ ബി. പിന്നെ ഗെറ്റ് ഇറ്റ് ഇൻസ്റ്റൻ്റ്ലി, അതായത് വിത്ത് ക്വിക്ക് ഓൺ ബോർഡിങ് ആൻഡ് വെരിഫിക്കേഷൻ സ്റ്റാർട്ട് യൂസിങ് കാർഡ് ഇമ്മീഡിയറ്റ്ലി ആണ്. പിന്നെ നമുക്ക് ഏത് സ്ഥലത്ത് വേണമെങ്കിൽ ഉപയോഗിക്കട്ടെ. ഓൾ പേയ്മെൻറ്റ്സ്, അതായത് ഓൾ QR കോഡ് പേയ്മെൻറ്റ്സ് സപ്പോർട്ടറാണ്. വലിയ കാർഡ് എന്താ പറയുക, വലിയ ഷോപ്പിലും ചെറിയ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. നമുക്ക് എവിടെ വേണമെങ്കിൽ ഏത് QR കോഡിൽ നമുക്ക് വേണമെങ്കിൽ പേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പുതിയൊരു സംഭവമാണ്. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് UPI ഫീച്ചേഴ്സ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇനി കുറേ ടൈപ്പ് ഇതുപോലെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ഡയറക്റ്റ് ആക്സിസ് ബാങ്കായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് പാർട്ണറായിട്ട് ഇറക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ധൈര്യമായിട്ട് കയറിയിട്ട് ബുക്ക് ചെയ്യുക. അപ്പോൾ തന്നെ എന്താ വെച്ചാൽ അത് ഫസ്റ്റ് ബുക്ക് ചെയ്ത് തുറക്കുന്ന പ്രയോറിറ്റി കൊടുക്കുക. അതുകൊണ്ട് ബുക്ക് ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു 15,000 ഓൾമോസ്റ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ട് ഒരു കിട്ടാ. അപ്പോൾ ഞാൻ ബുക്ക് ചെയ്തപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് എനിക്കൊരു 10,000 ആണ് ഞാൻ ബുക്ക് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് 15,000 ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വിറ്റ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് കിട്ടുള്ളൂ. അപ്പോൾ വേഗം പോയിട്ട് ബുക്ക് ചെയ്യാൻ നോക്കുക. അത്യാവശ്യം നല്ലതാണ്, ഫ്രീ ആണ്. പിന്നെ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ കണ്ടായിരിക്കും HDFC ബാങ്കും അവർക്ക് ഓൾമോസ്റ്റ് വേറെ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് ആക്ച്വലി ഇപ്പോൾ ഒരു വേറെ സെപ്പറേറ്റ് എന്താ പറയുക, നമ്മുടെ ഒരു UPI ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നുണ്ട് റൂപേയുടെ. അപ്പോൾ അത് നിങ്ങൾ ചിലപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ഒക്കെ ചെയ്യാൻ പോകുന്നുണ്ട്, ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ ചെയ്യാൻ പോകുന്നുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് ഓൾറെഡി വേറെ എന്താ പറയുക HDFC ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അത് ആക്ച്വലി ഫ്രീ അല്ല, പക്ഷേ അതിന് 250 രൂപ ഫീസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് വേറെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് UPI ക്രെഡിറ്റ് കാർഡിൻ്റെ ഫീച്ചേഴ്സ് പറയുമ്പോൾ അത് വിർച്വൽ കാർഡ് മാത്രമായിട്ട് ഉണ്ടാവുകയുള്ളൂ, ഫിസിക്കൽ കാർഡ് കിട്ടില്ല. അതാണ് അതിൻ്റെ മെയിൻ ഡിഫറൻസ് വരുന്നത്. ഇതോ അങ്ങനെ തന്നെയാണ്, വിർച്വലി മാത്രമേ ഉണ്ടാവുള്ളൂ. ഓൾമോസ്റ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ പേ ലെറ്റർ പോലെ തന്നെ, പക്ഷേ സംഭവം പേ ലെറ്റർ അല്ല, ഡയറക്റ്റ് കാർഡ് തന്നെയാണെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ മൈൻഡപ്പ് ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കമൻറ്റ് ഷെയർ ചെയ്യാം. പിന്നെ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാൻ, നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.